അങ്ങനെ എൻ്റെ ആഗ്രഹ സഫലീകരണമാണ്. ഓൺലി ബിക്കോസ് ഓഫ് ദ ലെസൺ പ്ലാൻ ഐ ബിക്കം ദിസ് ലേറ്റ് ആൻഡ് ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് ഞാൻ സ്കൂളിൽ വന്നപ്പോൾ തന്നെ എൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള പ്ലേസിലോട്ട് നമ്മൾ പോണേ. കമോൺ, ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? മാംഗോ പാർക്ക്. മാംഗോ പാർക്ക്. വെൽക്കം ടു മാംഗോ പാർക്ക്. അതിന് സൗണ്ടൊന്നുമില്ല. ഇതാണ് നമ്മളെ വേ. ഈ ടീച്ചർ റോഡിലോട്ടുള്ള ഇൻ്റർവ്യൂ ടൈം മുതൽ എനിക്ക് ഇവിടെ തന്നെയുള്ള ഈ ഒരു പാർക്കിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസാന്നല്ലേ. അങ്ങനെ എല്ലാം കൂടി ഒത്തിണങ്ങിയ ടൈം ഇതായിരുന്നു. ഞാൻ ആ പ്രതിമ കണ്ടിട്ടെ ആരോ വെക്കാന്ന് വിചാരിച്ചു. ഡാൻസോ? അയ്യോ സോറി ക്യാമറ മാത്രം ഞങ്ങൾ ബ്ലറാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ കപ്പിൾ ഡാൻസ് കണ്ടിട്ടുണ്ട്. ഞാൻ ഞങ്ങളുടെ സ്കൂൾ കാട്ടിത്തരാം. ഞങ്ങളുടെ സ്കൂൾ അവിടെ നിന്ന് ഓരോ ക്ലാസ്സിൽ നിന്ന് ഓരോ ക്ലാസ്സിലോട്ട് പോകുമ്പോഴും ഞാനിവിടെ എന്താ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ ബിൽഡിംഗ് ഇങ്ങനെ നോക്കലുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഹോൾ കാലിക്കറ്റ് കാണാം. പക്ഷെ നമുക്ക് മഴയിൽ തന്നെ വരാൻ പറ്റിയ ടൈമിൽ ഞാൻ വന്നപ്പോൾ കടൽ കണ്ടു. കടൽ ഞാൻ കാണലുണ്ട് പോകുന്നു. നമ്മുടെ സ്കൂളില്ലേ, സ്കൂളിൽ അവിടെ നോക്കിയാൽ അതിൻ്റെ മുകളിൽ ഒരു രസേന തോണിയോ കപ്പലുണ്ടോ കപ്പലിരിക്കൂലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. You don't want to interfere in the neck kind of പക്ഷേ ഒറ്റ കടക്ക് പിടിക്കുന്ന പാവം ബ്രേക്കപ്പ് ഒന്നും. ആൻഡ് നമ്മളെ കൂടെ ഉള്ളത് ഒരു പാവം കർണിക മാമ. ആൾക്കാർ നമ്മളെ ക്യാമറ എടുത്തിട്ടാന്ന് തോന്നുന്നു നോക്കുന്നത്. അവരെ നോക്കുന്നുണ്ടോന്നാണ് അവര് നോക്കുന്നത്. പക്ഷേ അല്ലേ ഓക്കെ. സോറി ഈ പ്രതിമയുടെ പ്രതിമ എടുക്കാം. അവരെടുക്കണ്ട, ആൾക്കാരെടുക്കുക. പക്ഷെ ഞാനിങ്ങനെ ഒരു സ്ഥലം കോഴിക്കോട് ഉണ്ടെന്ന് അറിഞ്ഞതേ ഇല്ല. ആക്ച്വലി പോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ശരി, അതെ. ഇന്ന് രാവിലെ വൈകുന്നേരം വന്നിട്ട് വെറുതെ അല്ല, ഇവിടെ രാവിലെ സ്കൂളിൽ നമ്മൾ വരുന്ന അതിൽ കയറിയിട്ട് ആൾക്കാരുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഇതുണ്ട്. പക്ഷെ മഴയാണ്. മഴയാണ്. ഭാവി ചെല്ലുന്ന പക്ഷെ എനിക്ക് മഴ ഇഷ്ടമാണ്. മഴയത്ത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നമ്മൾ അവിടെ നിന്ന് കാണുന്ന ബിൽഡിങ് അല്ലല്ലോ, ഈ ബിൽഡിംഗ് ആണോ? ഇവിടെ ഇതിൻ്റെ മുകളിലാണോ വ്യൂ നോക്കുന്നത്? അല്ല, ഇതിന്റെ മുകളിൽ നമ്മൾ നോക്കാം. അല്ലാണ്ട് വേറൊരു ബിൽഡിംഗ് ഉണ്ടേനല്ലോ. വേറെ ബിൽഡിംഗ് ഇല്ല ഇവിടെ. എന്താ ഇല്ലേനു? അപ്പം താഴെ എവിടുന്നാ അത് കയറുന്നത്? ഇവിടേക്കോ? ഇതിൻ്റെ അതിലൂടെ ഒരു വഴിയുണ്ട്. മഴ നനയാൻ നല്ല പൂതിയുണ്ട്. പക്ഷേ ഓൾറെഡി ഈ മാസം ഞാൻ ഡ്യൂ ടു സം റീസൺസ് ലീവ് എടുത്തു. തുമ്പി എന്താ എപ്പോഴാ എൻ്റെ മുക്കും മൂലയൊക്കെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എവിടെ നോക്കിയാലും അതെ. അവിടെ അങ്ങനൊരു ബിൽഡിംഗ് ഉണ്ട്. പക്ഷെ അതിൻ്റെ മുകളിൽ നല്ല വ്യൂ ആണ്. പക്ഷെ അവിടെ ഡ്യൂ ടു എന്തൊക്കെയോ റീസൺ അത് ക്ലോസാണ്. ഇതിൻ്റെ മുകളിൽ നല്ല ശരിക്കും വ്യൂ ആണ്ട് വലിയ ഡിഫറൻസ് ഇല്ല. എന്നാലും നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കാണാം. ടോക്കിങ് ഭയങ്കര ലെങ്ത് കൂടുന്നുണ്ടല്ലേ. ചിലതൊന്നുമില്ല, കാര്യം കഴിഞ്ഞിട്ടും പിന്നെ കുറച്ചും കൂടെ ഡിഫറൻസ് ഉണ്ട്. ഉയരം കൂടുന്തോറും രുചി മോനെ. സൂം ചെയ്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഹൈലൈറ്റ് ആണ് അത്. അതാ മൊത്തം ആ റെഡ് അവിടെ അല്ലേ. ആ റെഡാണ് ഹൈലൈറ്റ് പാർക്ക് എന്നാണ് മിസ് പറയുന്നത്. എൻ്റെ പൊന്നെ അടിപൊളി ഉണ്ടല്ലേ. പിന്നെ അത് ഗുരുവായൂരപ്പൻ കോളേജാണ്. ഇത്ര അടുത്താണോ ഗുരുവായൂരപ്പന് ഹൈലൈറ്റ്? ഒരു ഫ്രെയിം കൊള്ളിക്കാം. പിന്നെ ഇപ്പുറത്ത് എൻ്റെ പറമ്പിൽ ബസാർ എവിടെയോ? ഇവിടുന്ന് കടൽ കാണുന്നില്ല കേട്ടോ. കടലുണ്ട്. അപ്പോൾ കടലിൻ്റെ എവിടെ? എൻ്റെ അടുത്ത സൈഡ് അപ്പുറത്ത്. പിന്നെ അത് എവിടുന്നാണ് കാണുന്നത് കടൽ? നമ്മുടെ സ്കൂളിൻ്റെ മുകളിൽ നിന്ന് ഓപ്പോസിറ്റ് വ്യൂ. ഓ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിലാണ് കടൽ. കണ്ടിട്ട് ശരിക്കും നനയണമെന്നുണ്ട്. അവിടെ പോയി നിന്നാൽ ഞാൻ വീഡിയോ എടുത്ത് നനയാ. എന്നിട്ട് വേണം എനിക്ക് 2-3 ദിവസം കൂടി ലീവ്. ഈ മാസം ലീവില്ല. കൂട്ടായിട്ട് ഒന്നിച്ച് പറക്കും നോക്ക്. ഇവിടെ പ്രാവ് വളർത്തുന്ന സ്ഥലം കണ്ടു. എവിടെ? നമ്മുടെ സിനിമയിലൊക്കെ ഉള്ള പോലെ എവിടെ പ്രാവ്? ഓ ഇട്ടടാ. അത് ആ വീട്ടില്. അത് പ്രാവാന്നാരാ പറഞ്ഞേ? ഞാൻ
അതിൻ്റെ മുകളിൽ പ്രാവുണ്ട്, 3 ഉണ്ട്. ആ മറ്റേ പാട്ടില്ലേ, ഒരു മഴയത്ത് പ്രാവിനെ ഇങ്ങനെ കൂട്ടിക്കയറ്റുന്നേ, മാരി മാരി മാരി. ഇതെന്താ എടുക്കുന്ന നീ? ഇതൊക്കെ കപ്പിൾസിൻ്റെ പേര്. ഇവിടെയുള്ള കുറേ എന്താ ഫൈറു, ഇത് കണ്ടോ ഒരു കപ്പിൾ, ഇവിടുത്തെ മെയിൻ കപ്പിൾ. ആ കപ്പിളിൻ്റെ പേര് നീലു ആൻഡ് പാത്തു. വേറെ കപ്പിളുണ്ടോ? പക്ഷെ ഇതിങ്ങനെ നിങ്ങൾ പ്രേമിച്ചുകൂടി നിങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. പൊതുമുതൽ നശീകരണം കേട്ടോ, വെരി ബാഡ്. ഉള്ളൊരു ആനത്തിന് പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടോ? അല്ല, കമന്റ് ഇടാൻ പറ. ആരാടാ ചീത്ത പറയട്ടെ കാണുന്നവരൊക്കെ. ആനക്കുട്ടിയല്ല മമ്മി കാണാം, എൻ്റെ അമ്മ ഇങ്ങനെ വീഡിയോ കാണണം. ചെറിയ ഈ സ്കൂളിൽ നിന്ന് എനിക്ക് എഴുതാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയതല്ലേന്ന് ഉദ്ദേശിച്ചത് റീലെങ്ങാനോ, പക്ഷേ അല്ലേ ഇതിൽ ഒന്നും കാണുന്നില്ല. ബൈ. നമ്മൾ അവർക്ക് നോ അല്ല, അവർ നമുക്ക് അവിടേക്ക് ഇപ്പൊ തന്നെ വീണേ. ഇത് പണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഹിസ്റ്ററി ഒക്കെ പഠിച്ചത് ഇത് പണ്ട് ഇന്ന ആള് വന്നതാന്നൊക്കെ എന്തോ പറയാൻ പോവാന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഹിസ്റ്ററി ഒക്കെ ആണല്ലോ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ പറയുമായിരിക്കും. അത് ബാക്ക് എടുത്ത് കാണിച്ചു കൊടുക്കും. വേണ്ട, അടി കിട്ടും. റെസ്ട്രിക്റ്റഡ് ആക്കും യൂട്യൂബ്, ബാൻ ചെയ്യും. അതെന്താ എക്സസൈസ് ചെയ്യുന്ന സാധനം അല്ല ഞാൻ ചോദിക്കുന്നത്. ഈ സമയം എത്രയും അറിയുമോ? ഈ മഴമേഘം മഴയത്ത് ജിമ്മ് പോണ അല്ല എക്സസൈസ് ചെയ്യുന്ന ആദ്യത്തെ മനുഷ്യനാ. അങ്ങനെ ഇവിടെ കുറേ ആൾക്കാർ രാവിലെ എക്സസൈസ് ചെയ്യാൻ വരും കേട്ടോ. നല്ല സുഖം. എനിക്ക് ഇങ്ങനെ ഫുള്ള് മറ്റേ ബേർഡിനെ മാതിരി എന്താ അവിടെ എന്താ സൗണ്ട്? ഈ ബേർഡിനെ മാതിരി ഇങ്ങനെ. ഇതറിയോ? ഇത് ഒരുമിച്ച് പൊന്തുന്ന സാധനം. അവിടെ ഇരുന്നിട്ട് അത് പൊക്കുമ്പോൾ നമ്മളും പൊന്തും. അറിയോ? ആ, ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം ഇരിക്കി. കുറച്ചല്ല, ഫുൾ ബോഡി വെയിറ്റ് പൊന്തു. ആ ഉണ്ടോ? അതെന്തൊരു കുട്ട്. അങ്ങോട്ടാണ്, അങ്ങനെയല്ല. ഇറങ്ങ്. എന്നും സ്കൂളിൽ നോക്കുമ്പോൾ ഈ ബിൽഡിംഗ് കാണായിരുന്നു. ഐ തിങ്ക് അവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടി വൈഡായിട്ട് വ്യൂ കാണാം. ഒന്നും കാണില്ല എന്നാ. അപ്പം ഞങ്ങൾ പോവാം. ബായ്. പിന്നെ ഇതിൻ്റെ മറ്റേ സ്ഥലമില്ലേ, ലൈക്ക് അപ്പുറത്തുള്ള സ്ഥലം. അതെ. അപ്പോൾ ആ ഒരു ചേട്ടൻ ബ്രേക്കപ്പ് ആയിട്ട് ഒത്തിരിക്കുക. ഓ, പരദൂഷണം പറയും നോക്കും ഞാൻ. ഇപ്പം ഇത് ആരാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. VK കൃഷ്ണമേനോൻ്റെ ഒരു പ്രതിമ ഉണ്ട്, ഉണ്ടോ? എങ്ങനായ പോലെയുള്ള ആൾക്കാർ. ഓ, പെട്ടെന്നില്ലേ ഇവിടെ എങ്ങാനും മറ്റേ വയനാടോ ഇടുക്കിയൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീല്. ഓ, നല്ല കാറ്റും നല്ല രസമുണ്ട്. ഇനി അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ, അത് ഒരു മിന്നായം പോലെ. ലാസ്റ്റ് ഇടണം കേട്ടോ. ഇറങ്ങുമ്പോ ഞങ്ങൾ ഇതിന്റെ പേര് പറഞ്ഞിരുന്നതാണ്. ബട്ടർഫ്ലൈ പാർക്ക് തന്നെ എല്ലാരും പറയല്. ബട്ടർഫ്ലൈയോ അല്ലേ? സോറി, മാംഗോ പാർക്ക്. ഓ മൈ ഗോഡ്, മാംഗോ പാർക്ക് എന്നാ പറയല്. നമ്മുടെ ബാൻഡിന്റെ സൗണ്ട് ഉണ്ട്, അതും കൂടെ നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ്. പറ താങ്ക് യു. ബൈ ബൈ. See you on next video. ഞാൻ അറിയില്ല. ഞാൻ അവിടെ നിന്ന് അടുത്ത മാസം പോകും.
പോകണ്ട. പോണം. വേണ്ട. മാംഗോ പാർക്ക് അല്ല ആക്ച്വലി. അല്ല മാംഗോ പാർക്ക് വേറെ ഉണ്ടല്ലോ താഴെ. ഇത് വി കെ കൃഷ്ണമേനോൻ സ്മൃതിവനം പ്രൈമറി ഹൈമാവതി തായാട്ട് സ്ക്വയർ. ശരി തായാട്ട് സ്ക്വയർ ആണ്. രാവിലെ 8 മണി മുതൽ അവിടെയാണ് നമ്മൾ കയറി പോയി വന്നതിന് ശേഷം പേര് പറയുന്നത്. പാട്ട വ്യൂ ആൾക്കാർ ഇരിക്കലുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടാവും ഇഷ്ടം പോലെ ആൾക്കാർ. വണ്ടി സ്റ്റോപ്പാ. ഇനി ഞങ്ങൾ ആ വളവ് കാണിച്ചരാ. അമ്മീ നാരായണ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ എടുക്കാം. ആഗ്രഹിച്ചതിനും ഇതിൻ്റെ സൈഡിലോട്ട് കണ്ടോ, അവിടെയും കുറേ ഉണ്ട്. നാടൻ മോനെ. വൈറ്റതല്ലേ. പിന്നെ പെട്ടെന്നൊരു ഓട്ടോ കിട്ടി. മാനാഞ്ചിറ ഇറങ്ങി. മാനാഞ്ചിറയിൽ ഒരു 2-3 മിനിറ്റ് വായ നോക്കി നിന്നപ്പോൾ പരിസരം നിരീക്ഷണം നടത്തി നിന്നപ്പോഴേക്കും എൻ്റെ ബസ്സും കിട്ടി. ഇതോടുകൂടി വ്ളോഗിന് അവസാനം. ഇതാണ് ഞാൻ പഠിച്ച കോളേജ്. അവിടെ ഗ്രൗണ്ടിലെ മഴ നനയുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് നല്ലൊരു മഴ ഇനിയും നനയാൻ.